Yes, welcome back to NM Classroom. ഒരു പക്ഷേ സൈക്കോസിന്റെ പല അവസ്ഥാന്തരങ്ങളും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷെ ഈ ടൈപ്പ് സാധനം ആദ്യമായിട്ടായിരിക്കും കേട്ടാ. ഇത് നമ്മൾ ആരും സഞ്ചരിക്കാത്ത വഴികളിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് എംബോഷന് വേണ്ടിയിട്ട്. Yes, we are on the line, element 3.3. ഫസ്റ്റ് യൂണിറ്റിൽ നമ്മൾ എന്താ പറയണ സേഫ്റ്റി കൾച്ചർ. Second unit is how to improve safety culture. Third unit is that human behaviors which influence the safety behavior. Behavior എന്ന് പറഞ്ഞാൽ സ്വഭാവം. ഞാൻ എന്ന് പറയുന്ന ഒരു സാധനമില്ലേ, അത് ബിഹേവിയർ ആണ്. അതുപോലെ തന്നെ ഒരാൾ വളരെ കൂളൻ താങ്ക് യു കാശൊക്കെ കൊടുക്കുമ്പോൾ കണ്ടല്ലോ താങ്ക് യു എന്ന് പറഞ്ഞു, അത് ഒരു ബിഹേവിയർ ആണ്. റൈറ്റ്. സോ സേഫ്റ്റി ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് 100% സൈക്കോ സബ്ജക്റ്റ് ആണ്. റൈറ്റ്. ഇന്നെ കോസ്റ്റ്യൂം ഒക്കെ കണ്ടില്ല, ഒരു പക്ഷെ ഞാൻ ചിലപ്പോൾ നിങ്ങൾ ഇരുന്നിപ്പി തന്നെ ഹിപ്നോട്ടൈസ് വരെ ചെയ്ത് കളയും. ആസ് എ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ചെയ്യാൻ പറ്റും. റൈറ്റ്. ഓക്കെ. സോ സ്വഭാവത്തെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ്, ഹ്യൂമൻ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? പ്രത്യേകിച്ച് ഒരാളുടെ സേഫ്റ്റി സ്വഭാവം, സേഫ്റ്റി ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ചുരുക്കത്തിൽ വെറുതൊന്ന് ആലോചിക്കുമ്പോ തന്നെ നമുക്ക് കിട്ടണല്ലേ എന്തൊക്കെയാണ് ഒരാളുടെ സ്വഭാവം മാറ്റുന്നത്. എന്ത് തോന്നിയാസം പറഞ്ഞാൽ മാറൂലേ, വെറുതെ ചുണ്ടി പിടിപ്പിച്ചാൽ മാറൂലേ, ഒരു ജാതി വർക്ക് പ്രഷർ കൊടുത്താൽ മാറില്ല, സ്ട്രെസ് എന്ന് പറയില്ലേ പറയില്ല. ഇതിനെ നമുക്കൊന്ന് സ്ട്രക്ചർ ആക്കണോടാ, ഇതിനെ നമുക്കൊന്ന് സ്ട്രക്ചർ ആക്കണം. യെസ്, ഇതിനെ നമുക്കൊന്ന് സ്ട്രക്ചർ ആക്കണം. സോ ഞാൻ ഇവിടെ എങ്ങനെ എഴുതാണ്? ബിഹേവിയർ. ഓക്കെ, ബിഹേവിയർ. സ്വഭാവം മാറുന്നതിന്, സ്വഭാവത്തെ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന 3 ഫാക്ടേഴ്സ് ആണ് പ്രധാനമായിട്ടും നമുക്കുള്ളത്. റൈറ്റ്. അതിൽ ഒന്നാമത്തെ ഫാക്ടർ ആണ് എന്ത്? ഓർഗനൈസേഷൻ ഫാക്ടർ. ഓർഗനൈസേഷണൽ ഫാക്ടേഴ്സ്. റൈറ്റ്. റൈറ്റ്. ഓർഗനൈസേഷണൽ ഫാക്ടർ. രണ്ടാമത്തെ ഫാക്ടർ ആണ് ജോബ് ഫാക്ടർ. ജോബ് ഫാക്ടേഴ്സ്, ജോലിയുമായി ബന്ധപ്പെട്ട ഫാക്ടേഴ്സ്. മൂന്നാമത്തെ ഫാക്ടർ ആണ് കോൾഡ് ഇൻഡിവിജ്വൽ ഫാക്ടർ. ഇൻഡിവിജ്വൽ ഫാക്ടർ കോൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ മതി. ഒരു പോയിന്റ് കാണാപ്പടം പഠിച്ച് നല്ല ഇടിയുടെ ഒരു പോയിന്റ് കാണാപ്പടം പഠിക്കരുത്. ബിക്കോസ് 24 hours enemy is ready. So organization factor, job factor and individual factor. ഓർഗനൈസേഷന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്ന ചില ഇടപെടലുകൾ കൊണ്ട് ഒരാളുടെ സ്വഭാവം മാറും, വർക്കറുടെ സ്വഭാവം മാറും. ജോലിയുമായി ബന്ധപ്പെട്ട പല കാരണങ്ങൾ കൊണ്ട് വർക്കറുടെ സ്വഭാവം മാറും. 3 ഇൻഡിവിജ്വൽ ഫാക്ടർ. അവനവന്റെ കയ്യിലിരിപ്പോണ്ടും മോന്തയുടെ ഷേപ്പ് മാറുന്നതാണ് പറഞ്ഞത് ഇൻഡിവിജ്വൽ ഫാക്ടർ. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഓർഗനൈസേഷണൽ ഫാക്ടേഴ്സ്. ഓർഗനൈസേഷന്റെ സൈഡിൽ നിന്നുള്ള ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, എന്തെല്ലാം കാര്യങ്ങളാണ് ഓർഗനൈസേഷൻ കൊടുക്കുന്നത് നോക്കാം. ഒന്ന്, ഓർഗനൈസേഷൻ കൊടുക്കുന്ന ഒന്നാമത്തെ സാധനം സൂപ്പർവിഷൻ ആണ്. സൂപ്പർവിഷൻ. റൈറ്റ്. സൂപ്പർവിഷൻ. സൂപ്പർവിഷൻ ഉണ്ട് എങ്കിൽ വർക്കേഴ്സിന്റെ ബിഹേവിയർ നന്നാവും മോശമാവും? ഉറപ്പായിട്ടും നന്നാവും. There is no doubt in it, right? Supervision ഉണ്ടെങ്കിൽ വർക്കേഴ്സിന്റെ ബിഹേവിയർ നന്നാവും, യാതൊരു സംശയമില്ല. Existence of supervision and they will leads to good safety behavior. Absence of supervision will leads to very drastic safety behavior. വളരെ മോശമായിരിക്കും ബിഹേവിയർ. റൈറ്റ്. അപ്പൊ ചില ആൾക്കാരുണ്ട് സൂപ്പർവൈസർ വരുന്നത് അറിയുമ്പോ ഭയങ്കര പണിയെടുക്കുന്ന ആൾക്കാർ, അതുവരെ ഒരു പണിയെടുക്കൂല. അങ്ങനെയുള്ളവരെ പൊക്കാനുള്ള പരിപാടികളിൽ വേറെ ഉണ്ട് കേട്ടോ, നമ്മൾ വേറൊരു യൂണിറ്റിൽ പറയും. സോ സൂപ്പർവിഷന്റെ പ്രസൻസിൽ ഓർഗനൈസേഷനിൽ വർക്കറുടെ ബിഹേവിയർ നന്നാവും, ആബ്സെൻസിൽ മോശം. അത്രയുള്ളൂ. രണ്ടാമത്തെ പോയിന്റ്, if there is policy, good policy, existence of good policy, quality policy ഉണ്ടെങ്കിൽ എന്തായിരിക്കും വർക്കറുടെ സേഫ്റ്റി ബിഹേവിയർ നന്നാവുക. അതായത് ഇവിടെ ഡ്രഗ്സ് ആൻഡ് ആൽക്കഹോൾ പോളിസി ഉണ്ട്, ഇവിടെ ആരെങ്കിലും വർക്ക് പ്ലേസിൽ മദ്യപിച്ച അവൻ ടെർമിനേറ്റഡ് ആണെന്ന് പറഞ്ഞ ബിഹേവിയർ ഓട്ടോമാറ്റിക്കലി നന്നാവും. എത്ര കുടിയനാണ്, ഏത് 8 മണിക്ക് അടിച്ചില്ലെങ്കിൽ കൈ വറക്കൂന്ന് പറയണോ നന്നാവൂന്ന് മനസ്സിലാവണ്ട. റൈറ്റ്. അടുത്തത് ഓർഗനൈസേഷൻ കൊടുക്കുന്ന സാധനങ്ങൾ ഓർഗനൈസേഷന്റെ കമ്മിറ്റ്മെന്റ്. കമ്മിറ്റ്മെന്റ്, മാനേജ്മെന്റ് കമ്മിറ്റ്മെന്റ് നമ്മൾ നേരത്തെ വളരെ ഡീറ്റെയിൽ ആയി വിശദീകരിച്ചു. നല്ല മാനേജ്മെന്റ് കമ്മിറ്റ്മെന്റ് ഉണ്ടെങ്കിൽ, സേഫ്റ്റിനോട് കമ്മിറ്റ്മെന്റ് കാണിക്കുന്ന ഓർഗനൈസേഷൻ ആണെങ്കിൽ
ഒരുത്തൻ എന്ത് ചെയ്തു, ഹാർഡ് ഹാറ്റ് ഇടാതെ ബൂട്ട് ഇടാതെ പടച്ചു, നല്ല കൃത്യമായ കമ്മിറ്റ്മെന്റാ അല്ലേ, ഒരു കാര്യമില്ല, ആൾക്കാർ ഉണ്ടാവില്ല. സോ സേഫ്റ്റി കമ്മിറ്റ്മെന്റ്. അടുത്തത് കമ്മ്യൂണിക്കേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞു അതും ആര് കൊടുക്കേണ്ട സാധനമാണ്, ടോപ്പ് മാനേജ്മെന്റ് കൊടുക്കേണ്ട സാധനമാണ്. Effective communication through verbal, written, graphic, notice board, posters, videos, reels, digital intranet system, memos and emails, worker handbook, toolbox talks. ഇതിലൂടെ ഒക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ബോർഡ്സ് വെക്കാം, പലതും വെക്കാം, ലൈറ്റിംഗ് വെക്കാം, കമ്മ്യൂണിക്കേഷൻ നടക്കണം. അപ്പോ സേഫ്റ്റി ബിഹേവിയർ നന്നാവും. എന്നിട്ടും ബിഹേവിയർ നന്നാവാത്തവരും വേറെ സ്ക്രൂ പരിപാടികൾ ഉണ്ട്. സോ കമ്മ്യൂണിക്കേഷൻ, കമ്മിറ്റ്മെന്റ്. നെക്സ്റ്റ് ഈസ് നമ്മൾ നേരത്തെ പറഞ്ഞൊരു പോയിന്റ് ആണ് കൺസൾട്ടേഷൻ. എന്ത് ചെയ്തു, കൺസൾട്ട് ചെയ്തു. വർക്കേഴ്സിന് ഒരു ഭയങ്കര പോസിറ്റീവ് ഫീൽ കിട്ടും. യെസ്, ഐ എം ഓൾസോ ബിലോങ് ടു ദിസ് കമ്പനി എന്നുള്ളൊരു ഫീൽ കിട്ടും. ഒരാൾ പറയുന്നത് തൊട്ടെടുക്കാതിരുന്ന് കഴിഞ്ഞാൽ ആൾ ആകെ ഡൗൺ ആയി തവിടുപൊടിയായി പോകില്ലേ. സോ കമ്മ്യൂണിക്കേഷൻ, കമ്മിറ്റ്മെന്റ്, കൺസൾട്ടേഷൻ ആൻഡ് ദെൻ ട്രെയിനിങ്. ഓർഗനൈസേഷൻ കൊടുക്കേണ്ട സാധനം എന്ത്, ട്രെയിനിങ്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു. ദെൻ റിസോഴ്സസ്. ഓർഗനൈസേഷൻ കൊടുക്കേണ്ടതാണ് സേഫ്റ്റി റിസോഴ്സസ്, പിയർ ഗ്രൂപ്പ്സ്, പ്രഷേഴ്സ്. ഇതെല്ലാം ഓർഗനൈസേഷന്റെ സൈഡിൽ നിന്ന് ഉണ്ടാവുക എന്ന ഈ പോയിന്റ് മാത്രമാണ്. നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ടെക്സ്റ്റിൽ ഈ പോയിന്റ് പറയണല്ലോ എന്നുള്ളതിനകത്ത് ഈ പോയിന്റ് മാത്രം ഒരിക്കലും അല്ല. ഓർഗനൈസേഷൻ കൊടുക്കണം, മോണിറ്ററിംഗ് കൊടുക്കണം, ആക്റ്റീവ് റിയാക്റ്റീവ് മോണിറ്ററിംഗ് കൊടുക്കണം. അങ്ങനെ എന്തൊക്കെ ഓർഗനൈസേഷൻ കൊടുക്കുന്നുണ്ടോ അതെല്ലാം വർക്കേഴ്സ് സേഫ്റ്റി ബിഹേവിയറിനെ ഒന്നുകിൽ പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവായി ഇൻഫ്ലുവൻസ് ചെയ്യും. പോസിറ്റീവായി ഇൻഫ്ലുവൻസ് ചെയ്താൽ റിസ്ക് കുറയും, ആക്സിഡന്റ് കുറയും. നെഗറ്റീവായി ഇൻഫ്ലുവൻസ് ചെയ്താൽ റിസ്ക് കൂടും, ആക്സിഡന്റ് കൂടും. കഥ മനസ്സിലായില്ലേ? അപ്പൊ ഓർഗനൈസേഷൻ ഫാക്ടർ ഹ്യൂമൻ ഫാക്ടേഴ്സ് ആണ്. ഇതെല്ലാം ഹ്യൂമൻ ഫാക്ടേഴ്സ് ആണ്. ഹ്യൂമൻ സേഫ്റ്റി ബിഹേവിയറിന്റെ ഓർഗനൈസേഷണൽ ഫാക്ടേഴ്സ് ആണ്. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് പോയിന്റ് ഈസ് ജോബ് ഫാക്ടർ. ലെറ്റ്സ് ലുക്ക് അറ്റ് ഇറ്റ്. ജോബ് ഫാക്ടർ. ഒരാളുടെ ജോലിയുമായി ബന്ധപ്പെട്ടിട്ട് എന്തെല്ലാം ഫാക്ടേഴ്സ് ആണ് റിസ്കിനെ കൂട്ടും, എന്തൊക്കെ കുറക്കും. നമ്മൾ നേരത്തെ പറഞ്ഞു. ഉദാഹരണം വർക്ക് ലോഡ്. മുടിഞ്ഞ പണിയാണ്, രാവിലെ പകലൊന്നുമില്ല, പെരുന്നാളൊന്നുമില്ല, വിഷുവൊന്നുമില്ല, ക്രിസ്മസൊന്നുമില്ല. മുടിഞ്ഞ പണി, രാവിലെ തൊട്ട് രാത്രി പിറ്റേ ദിവസം പണി. ഹെക്ടിക് വർക്ക് ലോഡ്, സ്ട്രെസ്, ഡെഡ് ലൈൻ, ഹെക്ടിക് ഡെഡ് ലൈൻ. ഭ്രാന്ത് പിടിച്ച് സ്ട്രെസ് അടിച്ച് ഒന്നില്ലെങ്കിൽ ആൾ കുഴഞ്ഞ് ശരീരം കുഴഞ്ഞു പോകും, പാരലൈസ്ഡ് ആവും, അല്ലെങ്കിൽ അല്ലിട്ടിട്ട് നമുക്ക്. സോ വർക്ക് ലോഡ് കൂടുന്നതനുസരിച്ച് ദെൻ അത് അയാളുടെ ബിഹേവിയറിനെ മോശമാക്കും. അതുവഴി ആക്സിഡന്റ് കൂടും, റിസ്ക് കൂടും. വർക്ക് ലോഡ് കുറച്ചാലോ, വർക്ക് ലോഡ് കുറക്കാൻ പാടില്ല. ഒരു കാരണവശാലും വർക്ക് ലോഡ് കുറക്കണം എന്നല്ല പറയുന്നത്. വർക്ക് ലോഡ് സുഖമായിട്ട് ഉറങ്ങും. മനസ്സിലായ? വർക്ക് ലോഡ് കുറക്കലാണ്. വർക്ക് ലോഡ് റീസണബിൾ ആക്കാവുന്നതാണ്. എന്താണ് ആ വേർഡ് യൂസ് ചെയ്യണം? റീസണബിൾ വർക്ക് ലോഡ്. കൃത്യമായി പാകത്തിനുള്ള വർക്ക് ലോഡ്. ഓക്കെ. Then procedures. We have to give procedures to do the work. ഒരു പണി ചെയ്യണമെങ്കിൽ കൃത്യമായി റിട്ടൺ പ്രൊസീജിയർ കൊടുത്താൽ. ഒരു ടയർ അയക്കണം, ടയർ അയക്കാനുള്ള പ്രൊസീജിയർ എന്താണ്? ആ പ്രൊസീജിയർ സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2, സ്റ്റെപ്പ് 3, സ്റ്റെപ്പ് 4. ഒരു AC ഫിറ്റ് ചെയ്യണം, സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2, സ്റ്റെപ്പ് 3, സ്റ്റെപ്പ് 4. ഒരു കൺഫൈൻ സ്പേസിൽ എൻ്റർ സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2, സ്റ്റെപ്പ് 3. ഇതാണ് പ്രൊസീജിയേഴ്സ്. റിട്ടൺ പ്രൊസീജിയേഴ്സ് ഉണ്ടാകണം. റൈറ്റ്? ദെൻ ജോബിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല ഡിസ്പ്ലേ വെക്കാൻ പറ്റും. ഹൈ ഡിസ്പ്ലേ ബോർഡ് എല്ലായിടത്തും വർക്ക് സൈറ്റിൽ. ഇവിടെ ഹൈ നോയിസ് ഏരിയ ഉണ്ടാ, ഇവിടെ അയണൈസിങ് നോൺ അയണൈസിങ് റേഡിയേഷൻ ഏരിയ ഉണ്ടാ, ഇവിടെ സ്പില്ലേജ് ഏരിയ ഉണ്ടാ, ഇവിടെ എന്താ പറയാ അതുകൊണ്ട് സ്ലിപ്പർ ഏരിയ ഉണ്ടാ എന്നൊക്കെ പറഞ്ഞ് ഡിസ്പ്ലേ ബോർഡ് വെച്ചാൽ ദാറ്റ് ഓൾസോ ബ്രിങ് ഗുഡ് ബിഹേവിയർ. റൈറ്റ്? ഡിസ്പ്ലേ ബോർഡ് ഇല്ലെങ്കിൽ പണി കിട്ടും. അടുത്തത് എൻവിയോൺമെന്റ്. പണിയെടുക്കുന്ന എൻവിയോൺമെന്റ് മോനെ ഭയങ്കര ഇമ്പോർട്ടന്റ്. ചില എൻവിയോൺമെന്റ് ഭയങ്കര ഹോട്ട് വർക്ക് എൻവിയോൺമെന്റ് ഉണ്ടാവും. എക്സ്ട്രീം ഹോട്ട് ആണ് എന്ത് സംഭവിക്കുക? ഒന്നിൽ ആളെ പരിപാടി തീരുടാ, ഡീഹൈഡ്രേഷൻ സംഭവിക്കും. ഡീഹൈഡ്രേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ ആള് മരിച്ചു. മനസ്സിലാവുണ്ടാവുന്ന? അതുപോലെ തന്നെ സൺബേൺ അടിക്കും. ഭയങ്കരമായ പ്രശ്നങ്ങളാണ്. അപ്പൊ എന്ന് വിചാരിച്ച് ഒരു കാരണവശാലും ഹോട്ട് വർക്കിൽ പണിയെടുക്കരുതെന്നാണ്. എല്ലാം അതിനു വേണ്ടിയുള്ള വിൻഡ് ഷീൽഡ് ഉണ്ടാക്കണം, അതിന് വേണ്ടിട്ട് മറ്റേ സ്പ്രേ ചെയ്യണം, മറ്റേ സാധനമില്ലേ, മറ്റേ എന്താ പറയാ, മറ്റേ സ്പാൻഡുലിനൊക്കെ സ്പ്രേ വരുന്ന സാധനങ്ങളില്ലേ, അതിനു വേണ്ടിട്ട് ഐസോട്ടോണിക് ഡ്രിങ്ക്സ് ഇല്ലേ, നമ്മൾ അടിപൊളി കോക്കോള പെപ്സി സാധനങ്ങൾ സെറ്റ് ആയിരിക്കണം.
വർക്കേഴ്സിന് ഷിഫ്റ്റ് കൊടുക്കണം, ജോബ് റൊട്ടേഷൻ കൊടുക്കണം, തമാശാലി അല്ലത്. ഓക്കെ, അതുപോലെ തന്നെ എൻവയോൺമെന്റിൽ തന്നെ കോൾഡ് എൻവയോൺമെന്റ്, ഭയങ്കര എക്സ്ട്രീം കോൾഡ് ഉള്ള സമയത്ത് ഭയങ്കര ഹെവി കോൾഡിലാണ് ഒരാൾ വർക്ക് ചെയ്യണമെങ്കിൽ അയാൾക്ക് ഒരുപാട് വിഷയങ്ങൾ വരുമല്ലോ, ഹൈപ്പോതെർമിയ, അതുപോലെ തന്നെ മസിൽ ക്രാമ്പ്, മറ്റു സംഗതികൾ, എന്താ പറയാ, പിന്നെ എന്താ പറയാ ഫ്രോസൺ ബൈറ്റ് ഒക്കെ വരും. ആള് തന്നെ എന്താവും, പിന്നെന്താ പറയാ, മരിച്ചു പോകാനുള്ള വരെ സാധ്യത ഉണ്ട്. സോ ദാറ്റ് അതിനനുസരിച്ചിട്ടുള്ള ഹീറ്റ്, വസ്ത്രങ്ങൾ, കാര്യങ്ങളെല്ലാം. സോ ഇൻ ഷോർട്ട് എൻവയോൺമെന്റ് കൺസിഡർ ചെയ്യണം എന്നാണ് ഞാൻ പറഞ്ഞത്. എൻവയോൺമെന്റ് ചിലപ്പോൾ മേലത്തെ ഫ്ലോറിലാകാം പണി, താഴത്തെ ഫ്ലോറിലാകാം, അവിടുത്തെ ലൈറ്റിംഗ് പ്രശ്നം ഉണ്ടാവും, വെന്റിലേഷൻ പ്രശ്നം ഉണ്ടാവും, ടെമ്പറേച്ചർ പ്രശ്നം ഉണ്ടാവും, അറ്റ്മോസ്ഫിയറിക് ടെസ്റ്റിംഗ്, ഇതൊക്കെ നടത്തണം. ഇതൊക്കെ സേഫ്റ്റിയിൽ എൻവയോൺമെന്റ് എന്ന് പറയുമ്പോൾ ഒരു എൻവയോൺമെന്റ് എന്നുള്ളൊരു വാക്ക് മാത്രമാണ്. പക്ഷെ എൻവയോൺമെന്റ് മാത്രം ഒരു കടലാണ്. ട്രെയിനിങ് എന്ന് പറയുമ്പോൾ നമുക്കൊരു വാക്കി തീർന്നില്ലടാ. പക്ഷെ ട്രെയിനിങ് എന്ന് പറഞ്ഞൊരു ബിഗ് ഓഷ്യനാണ്, ഒരു വൈൽഡ് സാങ്ച്വറിയാണ്. ഇങ്ങനെ എന്താ പറയാ, ഓരോ വാക്കിന്റെ പിന്നിലും ഒരുപാട് ജീവിതങ്ങളെ കെട്ടിയിടാൻ മാത്രം കഥകൾ മെനയുന്ന ഒരു വലിയ സങ്കേതമാണ് സേഫ്റ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കണ പോലെയല്ല. ഓക്കെ, പക്ഷെ നെബോഷ് പാസ്സാകാൻ എന്നെ പാസ്സാക്കിയിരിക്കും, യാതൊരു സംശയവും വേണ്ട. then next one is task. നെബോഷാണ് ഈ കടലിലേക്ക് നീന്താനിറങ്ങാൻ നമുക്ക് വേണ്ട ഒരേ ഒരു റിക്വയർമെന്റ് എങ്കിൽ അത് ഇവിടെ ചെയ്യൂടാ, യാതൊരു സംശയമില്ലട്ടാ. സോ ടാസ്ക്, ജോബ് എന്ന് പറയുന്നത് ഒരു ടാസ്ക് ആണ്. ആ ടാസ്ക് ചിലപ്പോൾ ഞൂണ്ടിറങ്ങിയിട്ടുള്ള ടാസ്ക് ആയിരിക്കും, ചിലപ്പോൾ ഇങ്ങനെ വെള്ളം കോരന്മാർ ഇങ്ങനെ എന്താ പറയാ, ഇങ്ങനെ സ്റ്റൂപ്പ് ചെയ്തിട്ട്, ചിലപ്പോൾ ബെൻഡ് ചെയ്തിട്ട്, ചിലപ്പോൾ ട്വിസ്റ്റ് ചെയ്തിട്ട് ഒക്കെ ഉള്ള ടാസ്ക് ആണ്. ചിലപ്പോൾ വർക്ക്ഷോപ്പ് പണിക്കാരന് സുഖമായിട്ട് കസേരയിൽ ചെയ്യാൻ പറ്റൂല, വണ്ടിയുടെ അടിക്ക് ഞൂണ്ടിറങ്ങേണ്ട വരും. കൺഫൈൻഡ് സ്പേസ് എൻട്രിക്കാരന് സ്വസ്ഥമായിട്ട് കട്ടുമ കിടക്കാൻ പറ്റൂല, ഇറങ്ങിപ്പോണം. റൈറ്റ്, ഇങ്ങനെയൊക്കെ ഇറങ്ങിപ്പോകുമ്പോഴും ഒരു കാര്യം ഉറപ്പാണ്, ഈ ടാസ്ക് ഇറ്റ് മസ്റ്റ് ബി എർഗണോമിക്. എന്താണ് എർഗണോമിക്? ആ വാക്ക് പഠിച്ചു നോക്കണം കേട്ടോ. നമുക്ക് വെറുതെ എടുത്താലക്കാൻ പറ്റിയൊരു സാധനം, ഇത്തിരി അറിവുണ്ടെന്നൊക്കെ കാണിപ്പിക്കാൻ പറ്റിയൊരു സാധനമാണ് എർഗണോമിക്. എർഗണോമിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ദ വർക്കർ, the work and his environment. ഒരാൾ ജോലി ചെയ്യുന്ന ആള്, അയാളുടെ ജോലി, അയാളുടെ എൻവയോൺമെന്റ്, ഇത് മൂന്നും കൂടി ചേർന്ന് പോസിറ്റീവ് കോറിലേഷനിലേക്ക് വരുന്നതിനാണ് എർഗണോമിക് എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ സുഹൃത്തെ ഭയങ്കര ബുദ്ധിമുട്ടായില്ലേ. ഞാൻ ഓടിക്കുന്ന കാറ്, എൻ്റെ കാറിൻ്റെ ചാവി നിങ്ങളെ തന്നെ വണ്ടി ഒന്ന് എടുക്കുന്നു പറഞ്ഞു, നിങ്ങൾ നേരെ വണ്ടി കയറി സ്റ്റാർട്ട് ചെയ്ത് പോവല്ല ചെയ്യുക. നേരെ മറിച്ച് നിങ്ങൾ ആദ്യം തന്നെ സീറ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിടും. ഒന്ന് ബാക്കോട്ട് വലിക്കുക, നിങ്ങൾ പൊക്കം കുറവുള്ള ആളാണെങ്കിൽ ഫ്രണ്ടോട്ട് വലിക്കുക ചെയ്യും. അതിനനുസരിച്ച് മിറർ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും, അതിനനുസരിച്ച് ബാക്കി കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാം. എന്താ കുട്ടപ്പൻ, അതിന് ശേഷമാണ് എന്ത് ചെയ്യണം, വണ്ടി എടുക്കുക. അതിനർത്ഥം നിങ്ങൾ എൻ്റെ കാറിനെ നിങ്ങൾക്കനുസരിച്ച് എർഗണോമിക്കലാക്കി എന്നാണ്. റൈറ്റ്, എർഗണോമിക്കലാക്കി. എർഗണോമിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം നമുക്ക് കുറച്ചും കൂടെ നന്നായിട്ട് എളുപ്പത്തിൽ മനസ്സിലാവാൻ മേക്ക് ഇറ്റ് കംഫർട്ടബിൾ. റൈറ്റ്, മേക്ക് ഇറ്റ് കംഫർട്ടബിൾ. സോ ദാറ്റ് ഈസ് കോൾഡ് ജോബ് ഫാക്ടേഴ്സ്. അപ്പൊ ജോലിയുമായി ബന്ധപ്പെട്ട് ഇതല്ലെങ്കിൽ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ടാസ്ക് എർഗണോമിക് അല്ലെങ്കിൽ ആൾക്ക് തണ്ടൽ വേദന, പിന്നെ എന്താ പറയാ, വെട്ടി ഓട്ടോറിക്ഷ വിളിച്ചു വരൂ എന്ന് പറയൂലേ, തല്ലിക്കളഞ്ഞാലും പോവില്ല, മേലുവേദന, തലവേദന, വർക്കുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും ടാസ്ക് എർഗണോമിക് അല്ലെങ്കിൽ. റൈറ്റ്, സോ ബിഹേവിയറുമായി ഹ്യൂമൻ ബിഹേവിയറുമായി ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രണ്ടാമത്തെ റിസ്ക് ഫാക്ടേഴ്സ് ജോബ് ഫാക്ടേഴ്സ് ആണെന്നാണ് നമ്മൾ ഈ പറഞ്ഞതിന് അർത്ഥം. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് എപ്പോഴും ചോദിക്കാറുള്ളത്, ദ ലാസ്റ്റ് പോയിന്റ് ഈസ് കോൾഡ് ഇൻഡിവിജ്വൽ ഫാക്ടേഴ്സ്. റൈറ്റ്, ഇൻഡിവിജ്വൽ ഫാക്ടർ എന്ന് പറഞ്ഞാൽ പേഴ്സണൽ ഫാക്ടർ, ഹ്യൂമൻ ക്യാരക്ടറിസ്റ്റിക്സ്. ഇതിന് ഓർഗനൈസേഷനുമായും ബന്ധമില്ല, ചെയ്യുന്ന ജോലിയുമായും ബന്ധമില്ല, അവനവന്റെ കയ്യിലിരിപ്പായിട്ടാണ് ഇതിന് ബന്ധം. മനസ്സിലായില്ലേ പറഞ്ഞത്? അവനവന്റെ കയ്യിലിരിപ്പ് ഞാൻ പറയാൻ കാരണേ, നിങ്ങളെ വീട്ടിൽ എത്ര പേരുണ്ട്? ചേട്ടനുണ്ടാ, അനിയനുണ്ടാ, സഹോദരിമാര് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പിന്നെ ജ്യേഷ്ഠന്റെ അനുജന്റെ ഒക്കെ മക്കൾ, അങ്ങനെ കുറെ ടീമുകളൊക്കെ ഉണ്ടാവുമല്ലോ. എന്തായാലും നിങ്ങളുടെ വീട്ടിൽ 3 പേരുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ 3 പേരും ഡിഫറെൻ്റ് ആയിരിക്കും. 3 പേർക്ക് ഇഷ്ടമുള്ള ഫുഡ് ഡിഫറെൻ്റ് ആയിരിക്കും, കളർ ഡിഫറെൻ്റ് ആയിരിക്കും, പാട്ട് ഡിഫറെൻ്റ് ആയിരിക്കും, ടേസ്റ്റുകൾ ഡിഫറെൻ്റ് ആയിരിക്കും. ഇതിനെല്ലാം അപ്പുറത്തേക്ക് നിങ്ങളുടെ ചിന്തകളും കാഴ്ചപ്പാടുകളും അഭിരുചികളും ഒക്കെ വ്യത്യാസമായിരിക്കും. ഒരുത്തൻ ചിലപ്പോൾ വീട്ടിൽ പൈപ്പ് ടാപ്പ് പൊട്ടിക്കഴിഞ്ഞ് ഓടി നന്നാക്കാൻ ഇറങ്ങണവനുണ്ടാവും, ഒരുത്തന് ഒരു നിലക്ക് ഇത് ദഹിക്കാൻ പറ്റാത്തവനുണ്ടാവും, ഒരുത്തൻ ബുക്ക് വായിച്ചിരിക്കണുണ്ടാവും, ഒരുത്തൻ ഫുൾ ടൈം സിനിമ റീലിന്റെ ലോകത്ത് നടക്കുന്നവനുണ്ടാവും, ഒരുത്തൻ പറമ്പിൽ നടന്ന് മറ്റേ പശുവിന് കാടിവെള്ളം കൊടുത്തിറക്കണം, പലരും തത്തനെ വളർത്തുന്നു, പൂച്ചനെ വളർത്തുന്നു, പല സാധനങ്ങളുണ്ട് വീട്ടിൽ. മനസ്സിലായോ? പക്ഷെ എല്ലാവർക്കും കിട്ടുന്ന പാരന്റിങ് ഒന്ന് തന്നെയാണ്.
അവരുടെ ഈ 3 പേരുടെയും അച്ഛനും അമ്മയും ഒന്ന് തന്നെയാണ്, പക്ഷെ ഈ 3 ടൈപ്പാണ്. എങ്കിൽ 3500 പേര് വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയിൽ 160 രാജ്യങ്ങളിൽ നിന്ന് വരുന്ന പല ടൈപ്പ് ആളുകൾ ഡിഫറെന്റ് ആയിരിക്കൂലേ? ഉറപ്പായിട്ടും ഡിഫറെന്റ് ആയിരിക്കും അല്ലേ? ആ ഡിഫറൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇൻഡിവിജ്വൽ ഫാക്ടർ. മനസ്സിലായില്ലേ? ആ ഡിഫറൻസ് കോൾഡ് ഇൻഡിവിജ്വൽ ഫാക്ടേഴ്സ്. അതിന് അവരുടെ ആറ്റിറ്റ്യൂഡ്, അവരുടെ സ്കിൽസ്, അവരുടെ കോമ്പിറ്റൻസി, അവരുടെ മോട്ടിവേഷൻ, അവരുടെ പേഴ്സണാലിറ്റി, അവരുടെ റിസ്ക് പെർസെപ്ഷൻ, ഇതെല്ലാം ഡിഫറെൻ്റ് ആണ്. പോയിന്റ്സ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇത്രയാണ് പോയിന്റ്സ്. ഒന്ന് കോമ്പീറ്റൻസി, റൈറ്റ്? കോമ്പീറ്റൻസ്, ഞാൻ നേരത്തെ പറഞ്ഞു കോമ്പീറ്റൻസ് എന്താണ്? അവരുടെ എക്സ്പീരിയൻസും നോളേജും സ്കിൽസും ഓൾ അതർ എബിലിറ്റീസ്, ട്രെയിനിങ്ങും എല്ലാം കൂടി ചേർത്താണ് കോമ്പീറ്റൻസി. ഓരോരുത്തരുടെ കോമ്പീറ്റൻസിയും ഡിഫറെൻ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് ഒരു ലേബർ മേലെന്ന് വീണ് കഴിഞ്ഞാൽ ചിലപ്പോൾ അയാളെ പോലെ ഇനി ഒരാളെ നമുക്ക് ചിലപ്പോൾ എന്താ പറയുക ലോകാവസാനം വരെ കിട്ടൂല, അത്ര പുലിയായിരിക്കും. അയാളെ പോലെ അയാളല്ലേ ഉള്ളൂ. ഹിസ് ബിഗ് ജീനിയസ്, റൈറ്റ്? സോ കോമ്പീറ്റൻസ് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ കോമ്പീറ്റൻസിനനുസരിച്ച് ബിഹേവിയർ മാറും. നല്ല കോമ്പീറ്റൻസ് ഉണ്ടെങ്കിൽ നല്ല സേഫ്റ്റി ബിഹേവിയർ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നേരെ തിരിച്ചും, റൈറ്റ്? കോമ്പീറ്റൻസ്. രണ്ടാമത്തെ വിഷയം സ്കിൽസ് ആണ്. എന്താണ് സ്കിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അവരുടെ സ്കില്ലുകൾ അവരുടെ എന്താ പറയുക ഫുൾ ബോഡി മോട്ടോർ സ്കില്ലുകളുണ്ട്, അവരുടെ കോഗ്നിഷൻ ഇന്റലക്ച്വൽ സ്കില്ലുകളുണ്ട്, അവരുടെ ഫിസിക്കൽ സ്കില്ലുകളുണ്ട്. അങ്ങനെ ഓരോ സ്കില്ലുകളുണ്ട്. ചിലർ ഡ്രോ ചെയ്യാൻ ഭയങ്കരമാണ്, ചിലർ കട്ടിങ് ഭയങ്കര മാസ്റ്റേഴ്സാണ്, ചിലർ സംസാരത്തിൽ ഭയങ്കര ഏബിളാണ്, ചിലർ ലോജിക്കലി തിങ്കിങ്ങിൽ ഭയങ്കര സ്കിൽഡാണ്. സോ ഓരോന്നും ഡിഫറെൻറ്റ് സ്കില്ലുകളാണ്. അപ്പോൾ സ്കിൽസിലുള്ള ഡിഫറൻസിനനുസരിച്ച് ബിഹേവിയർ മാറും. അടുത്തത് അവരുടെ പേഴ്സണാലിറ്റി, റൈറ്റ്? പേഴ്സണാലിറ്റി ടൈപ്പിൽ ഒരുപാട് തിയറീസ് പറയുന്നുണ്ട്. ഞാനിത് പറയാന്ന് കുറേ പറയേണ്ടി വരും. ബേസിക്കലി ഇത്രയുള്ളൂ. ചിലർ ഭയങ്കര സ്മാർട്ടായിട്ട് എല്ലായിടത്തും കല്യാണം വീട്ടിൽ ചെന്നാലും മരണം വീട്ടിൽ ചെന്നാലും ബഹളം ഉണ്ടാക്കി എല്ലായിടത്തും കളറായി അടിച്ച് പൊളിച്ചടക്കണം. ഫുൾ പവർഫുള്ളാണല്ലോ സ്മാർട്ട് എക്സ്ട്രോവേർട്ടുകൾ ഉണ്ടാവും. ചിലർ വളരെ പതുങ്ങിയ സൈലൻ്റായ പാസീവായ റിസർവ്ഡ് ആയ വീട്ടിൽ തന്നെ അല്ലെങ്കിൽ ഒരു ഭാഗത്ത് ഇരുന്ന് വർക്ക് ചെയ്യുന്ന വളരെ ആഴത്തിൽ ചിന്തിക്കുന്ന ഒരു കാര്യം പറഞ്ഞാൽ വീണ്ടും അതിനെപ്പറ്റി ആലോചിച്ച് സ്വന്തത്തോട് തന്നെ കുറേ നേരം സംസാരിച്ച് അങ്ങനെ ഇരിക്കുന്ന ഇൻട്രോവേർഷൻ പേഴ്സണാലിറ്റീസ് ഉണ്ടാവും. ചിലർ ഭയങ്കര റിസ്ക് ടേക്കിങ്, വണ്ടിയൊക്കെ എടുത്ത് ഞാൻ ഭയങ്കര പേട്ടച്ചാ പോവും, ഗംഭീര പേട്ടായിരിക്കും പടക്ക. അപ്പോൾ ഒരു 150-180 എത്തുമ്പോൾ ഷും എന്നൊക്കെ പറഞ്ഞ് നമ്മളെ റോട്ടിൽ കൂടെ പോണ പിള്ളേരുകളെ നമ്മൾ കാണാൻ പറ്റും. ഈ കാഴ്ച കണ്ടു നിൽക്കുന്ന 2 ആൾക്കാർ, ഒന്ന് ഞാനും ഒന്ന് നീയുമെന്ന് വിചാരിക്കുക. അപ്പൊ നീ ഞാൻ പറഞ്ഞു എന്ത് കഷ്ടമാണെന്ന് നോക്കിയാന്നായിരിക്കും ചിലപ്പോൾ ഞാൻ പറയാ. ചിലപ്പോൾ നീ ഗംഭീര കട്ടിങ് പൊളിച്ചുട്ടാ എന്നായിരിക്കും പറയാ. അപ്പൊ നമ്മൾ രണ്ടുപേരും കണ്ട കാഴ്ച ഒന്നടാ. പക്ഷെ നമ്മൾ രണ്ടുപേരും കമന്റ് ചെയ്ത് എന്താ കാരണം? നമ്മുടെ പേഴ്സണാലിറ്റിയാണ്. ആ പേഴ്സണാലിറ്റിയിൽ നിന്റെ റിസ്ക് ടേക്കിംഗ് കൂടുതലാ, എൻ്റെ റിസ്ക് ടേക്കിംഗ് കുറവാണ്, എനിക്ക് പേടിയാണ് റിസ്ക് എടുക്കാൻ. സേഫ്റ്റി പോയിന്റ് ഓഫ് വ്യൂവിൽ റിസ്ക് ടേക്കിംഗ് കുറവുള്ളവരായിട്ട് കൂടുതൽ പ്രിഫർ ചെയ്യുക. അതുകൂടെ സാന്ദർഭികമായിട്ടത് മനസ്സിലാക്കണം. സോ പേഴ്സണാലിറ്റി. ദെൻ അടുത്തത് അവരുടെ ആറ്റിറ്റ്യൂഡ്. വാട്ട് ഈസ് മീൻ ബൈ ആറ്റിറ്റ്യൂഡ്? ആറ്റിറ്റ്യൂഡ് എന്ന് വെച്ചൊന്നുമില്ല. ഒരു കാര്യത്തെ നമ്മൾ കണ്ടുടനെ അതിനെങ്ങനെ വിലയിരുത്തുന്നു, അതാണ് നമ്മൾ ആറ്റിറ്റ്യൂഡ്. ആറ്റിറ്റ്യൂഡ് ഈസ് വൺസ് എ പേഴ്സൺസ് പോയിന്റ് ഓഫ് വ്യൂ. ഒരാളുടെ വ്യക്തിയുടെ പോയിന്റ് ഓഫ് വ്യൂ ഉണ്ടല്ല, ഒരു കാര്യത്തെ നോക്കിക്കാണുന്ന രീതിയിലാണ് നമ്മൾ എന്തെന്ന് പറയാ? ബേസിക്കലി ആറ്റിറ്റ്യൂഡ് എന്ന് പറയാം. ഒരു കാര്യത്തെ ലുക്ക് ഓൺ ചെയ്യുന്ന രീതി. പണ്ട് ഞാൻ കണ്ടൊരു വീഡിയോയിൽ വളരെ ഇഷ്ടപ്പെട്ടൊരു സാധനം, നിങ്ങൾ പോസിറ്റീവ് ആണോ, നിങ്ങൾ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉള്ള ഒരാളാണോ എന്ന് അറിയാൻ ഒരു സെക്കൻഡ് ടെസ്റ്റ് ഉണ്ട്. പറഞ്ഞുതരട്ടെ, ഒരു സെക്കൻഡ് ടെസ്റ്റ്. പോസിറ്റീവ് ആണോ ആയ ഒരാളാണോ എന്ന്. ഒരു കാര്യത്തെ നിങ്ങൾ കാണുമ്പോൾ അതിൻ്റെ പോസിറ്റീവ് വശങ്ങളെയാണോ നിങ്ങൾ ഫസ്റ്റ് കാണുന്നത്, അതല്ല അതിൻ്റെ നെഗറ്റീവ്. ഉദാഹരണത്തിന് ഒരു പഴം കൊണ്ട് കൊടുക്കുക, നേന്ത്രപ്പഴം അല്ലെങ്കിൽ ഒരു പൂവമ്പഴം കൊണ്ട് കൊടുക്കുക. നേരെ പറയും ഇത് പൂവമ്പഴം ഭയങ്കര വണ്ണുണ്ടല്ല, ഇതാകെ കറുത്തിരിക്കാനുള്ള എന്ന് പറയണവൻ ഹായ് പൂവമ്പഴം എന്ന് പറയണവനുണ്ട്. സോ ദാറ്റ് മീൻസ് ഒരു കാര്യത്തെ നമ്മൾ കാണുമ്പോൾ ഫസ്റ്റ് നമ്മളെ കമൻറ്റ് അയാൾ വെറും തട്ടിപ്പാണ്ടാ, അയാളെ വിശ്വസിക്കേണ്ടട്ടാ, ഇത് വെറും കാര്യമില്ലട്ടാ, ഇങ്ങനെ ഫുൾ നെഗറ്റീവ് അടിക്കുന്ന ഒരു ടീമുണ്ട്. ഇവര് ബേസിക്കലി ഒരു ഓറിയന്റേഷൻ നെഗറ്റീവ് ആയിരിക്കും. ഒരു കാര്യത്തിന്റെ സാധ്യതകളെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ പലപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ ആറ്റിറ്റ്യൂഡ് സേഫ്റ്റിനെ പറ്റിയിട്ട് ഒരു പാവം ഹാർഡ് ഹാറ്റ് ഒക്കെ വെച്ചൊരു പുതിയ തൊഴിലാളിയാണ്, പുതിയ എംപ്ലോയിന് നല്ല ട്രെയിനിങ് കിട്ടി, നല്ല ഹാർഡ് ഹാറ്റ് ഭയങ്കര കോൺഫിഡൻസിൽ ഇങ്ങനെ നടക്കണം. ആ കോൺഫിഡൻസിൽ ഇങ്ങനെ നടക്കുന്ന സമയത്തെ
അയാളോട് സീനിയേഴ്സ് പറഞ്ഞു, അയ്യേ എന്തുട്ടുണ്ട് ഇവൻ, എന്ത് സാധനം ഇത്, ഇതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല കേട്ടോ, നിങ്ങൾക്ക് വല്ല പ്രാന്തുണ്ടാ എന്ന് പറയുന്നത് വളരെ സേഫ്റ്റിയിൽ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡാണ്. പക്ഷെ അയാൾ സ്വയം വിശ്വസിക്കുന്നത്, ഈ ഹാർഡ് ഹാറ്റ് വെക്കുമ്പോഴും കയ്യിൽ ഗ്ലൗ ഇടുമ്പോഴും അയാൾ സ്വയം വിശ്വസിക്കുന്നത് എനിക്കൊന്നും തന്നെ സംഭവിക്കാതെ സുരക്ഷിതമായി എനിക്ക് എൻ്റെ വീട്ടിലെത്തുകയും എനിക്ക് ഒരുപാട് കാലം നല്ല രീതിയിൽ ജീവിക്കുകയും ചെയ്യണം എന്നുള്ള ആഗ്രഹമാണ് അയാളെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിക്കണമെങ്കിൽ അയാൾക്ക് സേഫ്റ്റി പോയിന്റ് ഓഫ് വ്യൂവിൽ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാണ്. റൈറ്റ്? ഒരാൾ ഹെൽമെറ്റ് വെക്കുന്നു, വണ്ടിയുമ്പോൾ പോകുമ്പോൾ എൻ്റെ തല ചിന്നിച്ചെതറി പിന്നെ മറ്റേ റോട്ടിലാകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഹെൽമെറ്റ് വെക്കുന്നതാണ് എൻ്റെ പോസിറ്റീവാണ്. പോലീസ് പിടിച്ച് പെറ്റിയടിക്കാണ്ടിരിക്കാൻ ഹെൽമെറ്റ് വെക്കണമെങ്കിൽ നെഗറ്റീവ് സേഫ്റ്റി ആറ്റിറ്റ്യൂഡാണ് കൂട്ടാ. അത്ര തന്നെ അവർക്ക് പറയാനുള്ളൂ. ദെൻ നെക്സ്റ്റ് പേഴ്സണാലിറ്റി ആറ്റിറ്റ്യൂഡ്. ദെൻ ലാസ്റ്റ് പോയിന്റ് ഇസ് കോൾഡ് റിസ്ക് പെർസെപ്ഷൻ. അതുകൂടെ പറഞ്ഞിട്ട് നമുക്ക് ഏകദേശം അവസാനിപ്പിക്കാം. റിസ്ക് പെർസെപ്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വണ്ടി പോയി, നീ കണ്ടതും ഒരേ കാഴ്ച, ഞാൻ കണ്ടതും ഒരേ കാഴ്ച, പക്ഷെ നമ്മൾ രണ്ടുപേരും എന്താ ചെയ്യുന്നത്, ഡിഫറെന്റ് ആയിട്ടാണ് പ്രതികരിച്ചത്. റൈറ്റ്? റിസ്ക് പെർസെപ്ഷൻ. അപ്പൊ പെർസെപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അവബോധം എന്നാണ് അർത്ഥം. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ മീനിങ്, എന്താ പറയാ, നമ്മളുടെ സെൻസുകൾ ഉപയോഗിച്ചുകൊണ്ട് ബൈ യൂസിങ് അവർ 5 സെൻസസ് ഹൗ വി ഇന്റർപ്രറ്റ് ആൻ ഇൻസിഡന്റ്. ഒരു ഇൻസിഡന്റ് നമ്മൾ എങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നു, വ്യാഖ്യാനിക്കുന്നു, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പെർസെപ്ഷൻ എന്ന് പറയുന്നത്. ഓരോരുത്തർക്കും ഓരോ പെർസെപ്ഷനാണ്. ചില ബസ് സ്റ്റോപ്പിനെ പറ്റി പറയുമ്പോൾ ചില അതോ അങ്ങോട്ട് പോണ്ടോ, അയ്യോ അങ്ങോട്ട് പോണ്ടോ, കാരണം എന്താണ്, ആ വഴി പോകില്ല, കാരണം അവിടെ നല്ല ഇടിയിട്ടുണ്ട്. അപ്പൊ അവിടെ എത്തുമ്പോൾ നെഞ്ചത്ത് കിടന്നിട്ടൊരു പെട്ടയല. പണ്ട് പഠിച്ച കോളേജിലൊക്കെ ചെന്ന് ചില ക്ലാസ് റൂമിലൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ വേറൊരു വേറെ വഴിക്കൊക്കെ അങ്ങോട്ട് പോകും. കാരണം എന്താണ്, അവിടെ ബാക്കിയാക്കിയ ഓർമ്മയുടെ പുസ്തകങ്ങൾ ഇങ്ങനെ മലർക്കെ തുറക്കാൻ, മനസ്സിന്റെ ചിത്രശാലകളിൽ തുറന്നിടാൻ, അത് ഹൃദയാന്തരാളങ്ങളിൽ തങ്ങി നിൽക്കാൻ ചിലപ്പോഴൊക്കെ നമ്മളെ അത് സഹായിക്കും. അപ്പോഴാണ് നമ്മൾ അവിടേക്ക് പോകുന്നത്. അങ്ങനെ പെർസെപ്ഷൻ എന്ന് പറഞ്ഞാൽ ഓരോ സ്ഥലത്തും ഓരോന്നും നമ്മൾ ബാക്കിയാക്കി വെച്ചിട്ടുണ്ട്. റിസ്കിനെ പറ്റിയുള്ള പെർസെപ്ഷൻ, ഉദാഹരണത്തിന് ഞാൻ ഒരിക്കൽ വളരെ വർഷങ്ങൾക്ക് മുമ്പ് ബോഷിന്റെ തന്നെ ഒരു ഇന്റർനാഷണൽ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ബോംബെ പോയി. ഇതൊരു ഉണ്ടായ സംഭവമാണ് കേട്ടാ. ബോംബെ പോയപ്പോ എന്നോട് പറഞ്ഞു നമ്മളെ സുഹൃത്ത് ജാബിർ പറഞ്ഞാ, പൊന്നു മോനെ പോണ്ടട്ടാ, നിങ്ങക്ക് ഹിന്ദി അറിയോ? ഞാൻ പറഞ്ഞു ഹിന്ദി എന്നൊരു വിഷയമല്ല, ഞാൻ പോകും, ഹിന്ദിക്ക് ഇംഗ്ലീഷ് പിടിച്ചിക്കാലോ, മലയാളം അറിയാലോ, ഒരു പ്രശ്നമില്ല. ബോംബെ പോയാൽ നിന്റെ കിഡ്നി അടിച്ചുണ്ടാവും, ലിവർ അടിച്ചുണ്ടാവും, ആകെ പ്രശ്നമാവട്ടാ, ബോംബെ നീ പോണ്ട. ഞാൻ പറഞ്ഞു ഒറ്റയ്ക്ക് ഞാൻ പൊക്കോളവായി, ഒരു പ്രശ്നമില്ല. ഓക്കെ, ഞാൻ ഇവിടെ നിന്ന് വൈകുന്നേരം തൃശ്ശൂരിൽ നിന്ന് 4 മണിക്ക് ട്രെയിൻ കയറി 24 hours ആണ് ബോംബെയിലേക്ക് എത്താൻ. 24 hours കഴിഞ്ഞിട്ട് 27-28 hours ആയി, 4 മണിക്കൂർ പിടിച്ചിട്ടു. അങ്ങനെ ഞാൻ ബോംബെയിലെത്തുമ്പോൾ ഏകദേശം സമയം ഒരു, എനിക്ക് തോന്നുന്നു 8-9 മണി, 9:30 ആയിട്ടുണ്ട്. ആ സമയം നോക്കുമ്പോൾ ഉണ്ട് ബോംബെ എന്ന് പറയുമ്പോൾ എൻ്റെ ഉള്ളിൽ വരുന്ന പിക്ചർ ആയിട്ട് ഞാൻ വർഷങ്ങൾക്ക് മുമ്പുണ്ടായ സംഭവമാണ്. ഞാൻ ബോംബെയിൽ എന്ത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രെയിനിലിങ്ങനെ പോയി അവിടെ എത്തണേലും പിന്നെ മൊബൈല് ചാർജ് അങ്ങോട്ട് കഴിഞ്ഞു എന്ന് മാത്രമല്ല, ഞാൻ ഈ ചാർജർ ഏത് പ്ലഗ് ഇൻ ചെയ്തിട്ടും ചാർജ് കയറുന്നില്ല. വേറെ ആളെ പരിചയപ്പെട്ടിട്ട് ചാർജ് ചെയ്തിട്ട് രക്ഷയില്ല. എനിക്ക് പോകേണ്ട പ്ലേസിൻ്റെ ലൊക്കേഷൻ്റെ അഡ്രസ്സ് എൻ്റെ മൊബൈലിൽ കിടക്കുക. ഞാൻ എന്ത് ചെയ്യും, ഭാഷ അറിയൂല. ബോംബെ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നിറങ്ങി വേറെ ആളുടെ ഫോൺ മേടിച്ച് എൻ്റെ വീട്ടിലേക്ക് വിളിച്ച അഡ്രസ്സ് ഞാൻ കളക്ട് ചെയ്തെടുത്ത് നോട്ട് ചെയ്ത്. ഓക്കെ ഫൈൻ, ഭയങ്കര ധൈര്യശാലിയാണല്ലോ ഞാൻ, ഭയങ്കര ഫുൾ പവർഫുൾ ആണല്ലോ എന്നെ. നേരെ ചെന്നു, ഇറങ്ങി ചെന്നപ്പോൾ തന്നെ ആകെപ്പാടൊരു വൈൽഡ് ആയിരിക്കുമല്ലോ, നമുക്കറിയാത്ത സ്ഥലം. ഫുൾ ബാഗ് ഉണ്ട്, ലാപ്ടോപ്പ് ഉണ്ട്, കോൺഫറൻസ് അറ്റൻഡ് ചെയ്യാൻ പോവല്ലേ. നടന്നിങ്ങനെ പോയിക്കൊണ്ടിരിക്കട്ടാ, കുറച്ച് പേര് എന്നെ ഇങ്ങനെ ഫോളോ ചെയ്യണമായിരിക്കും എനിക്ക് തോന്നുന്നു. ഞാനിങ്ങനെ നോക്കുമ്പോൾ എന്നൊക്കെ മ്യൂസിക് ഒക്കെ വരുന്നത് പോലെ തോന്നുക. അത് നോക്കുമ്പോൾ കുറച്ച് പേരൊക്കെ എന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. ഫോളോ ചെയ്യുന്ന വേറെ ഒന്നുമല്ല, ടാക്സി വേണോ ക്യാബ് വേണോ എന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ ഒന്നും വേണ്ടാന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ ലാസ്റ്റ് പുറത്ത് നിന്നു. പക്ഷെ എനിക്ക് ടാക്സി വേണം. അങ്ങനെ ഞാൻ നോക്കുമ്പോൾ ഇവിടെ നിന്ന് ബോംബെക്ക് എനിക്ക് ആകെ ആയത്, ഞാൻ ഇതിലെ പോയത് സ്ലീപ്പറിലെ പോയത്, എനിക്ക് ആകെ ആയത് 500 രൂപ താഴെയാണ് ടിക്കറ്റ്, 24 മണിക്കൂർ ട്രാവൽ ചെയ്തിട്ട്. പക്ഷെ ഞാൻ പോകേണ്ട സ്ഥലത്തേക്ക് ഞാൻ ടാക്സിക്ക് ചോദിക്കുമ്പോൾ, ടാക്സി അല്ല ഓട്ടോറിക്ഷ ടാക്സി ഉണ്ട്, ഞാൻ ചോദിക്കുമ്പോൾ അവർ പറഞ്ഞു 1000, പിന്നെ 800. അപ്പൊ കുറേ പേരിങ്ങനെ വട്ടം നിൽക്കുന്നുണ്ട് കേട്ടാ. അപ്പൊ ഞാൻ നെഗോഷിയേഷൻ തുടങ്ങി. എന്ത് 1000 rupees, സോറി നെയ് മാലു എന്നൊക്കെ പറഞ്ഞു. എനിക്ക് ഇപ്പോഴും ഇന്ത്യയിൽ വെളിപ്പെടുത്തില്ല. അങ്ങനെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 900 ആയപ്പോൾ കുറെ ആൾക്കാർ പോയി. പിന്നെയും കുറെ ആൾക്കാർ രാത്രിയാണ് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടാ. 900 കഴിഞ്ഞ് 800 ആയി. 800 ഞാൻ പറഞ്ഞ 800, 800 നെയ്. അപ്പൊ 700, 750, 700, 600, 60. ഞാൻ പറഞ്ഞു ഡൗൺ KG എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അടിച്ച് താഴെ കൊണ്ടുവന്ന് ലാസ്റ്റ് 500 ആയി. 500 ആയപ്പോൾ ഇനി വെറും 3 പേരുള്ളോട്ടാ.
400 2 ഈ 2 പേരിൽ ആരെടുക്കും? അപ്പോൾ അതിലൊരു ടീം 350 എന്ന്. ഞാൻ പറഞ്ഞു യു ഫിക്സ് ദ ഡീൽ, ഓക്കെ ടേക്ക് ദ ക്യാബ്. ഭയങ്കര ഇതിൽ ജാങ്കോ റോളിൽ ഞാൻ എന്താണെന്ന് വെച്ചാൽ ബാഗും സാധനങ്ങളൊക്കെ എടുത്ത് ഞാൻ നേരെ രാത്രി ആയിട്ടുണ്ട്, ഏകദേശം 10-10:30 മണിയായിട്ടുണ്ട്. ഞാൻ നോക്കുമ്പോൾ ഞാൻ വിചാരിച്ചത് ഓട്ടോറിക്ഷയാണ് 350 ഉറുപ്പ്യക്ക്, വന്നത് കാറാണ്. ഞാൻ നോക്കി കാറാ, ഓക്കെ. നേരെ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്ക് ഡോറ് തുറന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ലഗേജൊക്കെ ബാക്കി വെച്ചിട്ട് ഞാൻ നേരെ ഫ്രണ്ടിൽ കൂടെ വന്ന് കയറി. അവിടെ ഞാൻ നോക്കുമ്പോൾ ശരിക്കും നമ്മൾ പഴയ ഹിന്ദി സിനിമയിലൊക്കെ കാണില്ലേ, മുടിയൊക്കെ ഇതിങ്ങനെയൊക്കെ അമരീഷ് പുരിയുടെ ഒക്കെ മാതിരി ഇതിങ്ങനെ ഈയൊക്കെ വെച്ചിട്ട് ഇതിങ്ങനെ ഫുൾ അങ്ങനത്തെ ഒരു മുതലാണ് ഡ്രൈവർ ആയിട്ടുള്ളത്. എൻ്റെ ഉള്ളിൽ ചെറിയൊരു പേടില്ല, അതില്ല. വണ്ടി ഇങ്ങനെ ഒരു ഇത്തിരി മൂവ് ചെയ്തപ്പോൾ കൊണ്ടല്ല ഫ്രണ്ടിൽ കൂടെ വേറൊരാൾ വന്നിട്ട് ബാക്കിൽ ഹേയ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ജാതി കയറൽ കയറി. ഞാൻ ആലോചിച്ചു, ഞാൻ വിളിച്ച ക്യാബിൽ ഇവൻ എന്തിന് കയറണം? അങ്ങനെ കയറാൻ പാടില്ലല്ലോ സ്വാഭാവികമായിട്ട്. ഇവൻ വിളിച്ച് കയറ്റണാണ്, ഇവർ രണ്ടൊരു ടീമാണെന്ന് എനിക്ക് തോന്നി. എൻ്റെ ഹൃദയം വർക്ക് ചെയ്യാണ്ടായടാ, പമ്പിങ് ഒക്കെ മാറി തുടങ്ങി. നേരെ ചെന്ന് വണ്ടി നേരെ പുറത്തേക്ക് എത്തി. വണ്ടി നേരെ പുറത്തേക്ക് ഇറങ്ങി കുറച്ചങ്ങോട്ട് പോയിട്ട് വണ്ടി ഒരു സ്ഥലത്ത് വരെ അങ്ങോട്ട് ഒതുക്കിയെടുത്തിട്ട് പൈസ തരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു യു ഡ്രോപ്പ് മീ, അറിയണ ഹിന്ദി അറിയാത്തതുകൊണ്ട് ഇംഗ്ലീഷാണ്, ഡ്രോപ്പ് മീ ദെൻ ഐ വിൽ ഗിവ് യു ദ മണി. ഇവിടെ ഇങ്ങനെയാണ് സിസ്റ്റം ഇസ് ദിസ് കരേഗ എന്നൊക്കെ പറഞ്ഞു, ഏ ബൈ എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ എന്ത് പെട്ടമാതിരി ഞാൻ നേരെ പേഴ്സിൽ നിന്ന് എടുത്തിട്ട് എന്ത് ചെയ്തു, പൈസ കൊടുത്തു. പൈസ കൊടുത്ത വഴിക്കുണ്ടല്ലോ, ഞാനിങ്ങനെ ഇരിക്കല്ലേ, നേരെ വന്നിട്ട് ഇവൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പൈസ അങ്ങോട്ട് കൊടുത്തു. പറ്റിക്കണമെന്ന് എന്തോ പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ പൈസ കാണിച്ചാൽ 100 രൂപ തന്ന് പറ്റിച്ചല്ലേ എന്ന് വെച്ച്. ആക്ച്വലി ഞാൻ ആകെ മെസ്മറൈസ്ഡ് ആയി. എൻ്റെ ധാരണയിൽ ഞാൻ 500 രൂപയാണ് കൊടുത്തത്, പക്ഷെ ഇവർ 100 മാറ്റിയെന്നോണം. വീണ്ടും ഞാൻ 500-ന്റെ എടുത്തിങ്ങനെ കൊടുത്തപ്പോൾ ഇവർ ഇതേ സാധനം തന്നെ എടുത്തിട്ട് എന്ത് ചെയ്ത് ഈ പണി അങ്ങോട്ട് പറ്റി. അപ്പം എനിക്ക് മനസ്സിലായി ഇപ്പം എത്ര പോയി, 1000 പോയിട്ടാ. 1000 പോയി. ഞാൻ നോക്കും എൻ്റെ മൊബൈലിൽ ചാർജ് ഇല്ല, എനിക്ക് അവിടെ വിളിക്കാനുള്ള ആളെ കിട്ടണില്ല, എനിക്ക് ഹിന്ദി അറിയില്ല, ഞാനാണെങ്കിൽ പേടിത്തൂറൻ. ഓക്കെ, അങ്ങനെ ഇരിക്കല. ഞാൻ മുഴുവൻ ധൈര്യം അങ്ങോട്ട് സംഭരിച്ചിട്ട് ഞാൻ ഫ്രണ്ടിൽ ഇരിക്കല്ലേ, ബാക്കിൽ ഇരിക്കണം എന്തെങ്കിലും കാശ് മേടിക്കണം, ഫ്രണ്ടിൽ ഇരിക്കുന്ന ഡ്രൈവർ ഇതിങ്ങനെ കാണിക്കുന്നുണ്ട്. ഞാൻ നേരെ എന്തെന്ന് വെച്ചാൽ സീറ്റ് അങ്ങോട്ട് വലിച്ചിറക്കി അങ്ങോട്ട് ഇട്ടിട്ട് ബാക്കിക്ക് അങ്ങോട്ട് ഇട്ടിട്ടേ ഞാൻ ഇങ്ങനെ പണ്ട് 5ാം ക്ലാസ്സിൽ പഠിച്ചൊരു ഹിന്ദിയിൽ ഒരു തെറിണ്ട് കുത്താക്കെ ബച്ചേ എന്ന് പറഞ്ഞു. ഞാൻ നേരെ വണ്ടി എടുത്തിട്ട് ഞാൻ നേരെ ഡോറൊക്കെ തുറന്ന് ഇറങ്ങി. ഇവന്റെ ഡോറും വലിച്ചു തുറന്ന് എവിടെ നിന്ന് ഒരു ധൈര്യം വന്നു. എന്നിട്ട് ഞാൻ എൻ്റെ ബാഗ് ബ്ലഡി ഫൂൾസ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ തുടങ്ങി. ഡു യു നോ ഹു ആം ഐ ആം എ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഹു വാണ്ട്സ് ടു ഓഡിറ്റ് ദി ഡെൽഹി മുംബൈ എന്നൊക്കെ ഗംഭീരപ്പെട്ട. എന്നിട്ട് ഞാൻ നേരെ പറഞ്ഞു യു നോ ദ മുംബൈ പോലീസ് കമ്മീഷണർ ഇസ് മൈ ഫ്രണ്ട് ഇസ് മൈ കസിൻ. പോളിച്ചങ്ങോട്ട് അടക്കി ഞാൻ ജസ്റ്റ് ഇതിങ്ങനെ കോളറിനും വെറുതെ ഇങ്ങനെ അവിടെ പിടിച്ച് ആൾക്കാരെ കൂട്ടി ഫുൾ ഇംഗ്ലീഷ്. അങ്ങനെ നേരെ എന്താ പറയാ, കുറച്ച് ആൾക്കാരൊക്കെ ഇടപെട്ട് പേടിച്ചിട്ട് അങ്ങനെ പേടിച്ച് കാശൊക്കെ എന്തൊക്കെ തിരിച്ചെന്ന് ഒരു ഓട്ടോറിക്ഷ കിട്ടി. ഓട്ടോറിക്ഷ കയറി അങ്ങനെ സ്ഥലത്തെത്തി. ഏറ്റവും രസം എന്താണെന്നറിയോ നിങ്ങൾക്ക്? രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ ചെന്ന് ഞാൻ പേഴ്സ് നോക്കുമ്പോൾ എൻ്റെ കച്ചവടം ലാഭം. ഈ തിരക്കിൽ ഇവരെടുത്തുന്ന കാശിൽ 200 ഉറുപ്പിക എനിക്ക് കൂടുതൽ അടിച്ചു ലോട്ടറി. പക്ഷെ പൊന്നാര ചങ്ങായി, അന്ന് മുതൽ ഇന്ന് വരെ ബോംബെ എന്നങ്ങോട്ട് കേൾക്കുമ്പോഴേ ഇതുപോട്ടൊരു ഭയങ്കര ഒരു സാധനമാണ്. ദിസ് ഈസ് കോൾഡ് പെർസെപ്ഷൻ. നമ്മളൊരു സാധനത്തിന് നമ്മളുള്ളിൽ രജിസ്റ്റർ ചെയ്യും, നമ്മളെ സെൻസുകൾ ഇന്റർപ്രറ്റ് ചെയ്തിട്ട് ഒരു സാധനം രജിസ്റ്റർ ചെയ്യും. പിന്നെ നമുക്ക് അത് എന്ന് പറഞ്ഞാൽ അതാണ്. ഒരു സാധനം കഴിച്ചിട്ട് പണ്ട് ഛർദ്ദിൽ വന്നിട്ടുണ്ട്, പിന്നെ ആ സാധനം കാണുമ്പോൾ ഛർദ്ദിൽ വരൂലേ? കാരണം അത് നമ്മളെ സെല്ലുകളിൽ രജിസ്റ്റേർഡ് ആണ്. പിന്നെ ഞാൻ പഠിച്ചിട്ടാ ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിങ്, NLP മറ്റു സാധനങ്ങളും പ്രസൻസും പ്രാക്ടീസും ഒക്കെ പഠിച്ചപ്പോൾ എനിക്ക് ഇതിനൊക്കെ എടുത്ത് ഫുള്ള് പുറത്ത് കളയാൻ പറ്റിയുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ട്രോമകളൊക്കെ ഉണ്ടെങ്കിൽ പറയാം, സെക്കൻഡ്സ് കൊണ്ടുള്ളിൽ ഞാൻ എടുത്ത് പുറത്ത് കളഞ്ഞു തരും. ഫുൾ പവർഫുൾ ഓൺ ആക്കാൻ പറ്റും. അപ്പോൾ അത് വേറെ കച്ചവടം, വേറെ പരിപാടി. സോ ചുരുക്കത്തിൽ നമ്മളെ പെർസെപ്ഷനെ മാറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. പ്രീവിയസ് എക്സ്പീരിയൻസ് നമ്മളെ പെർസെപ്ഷനെ ഫോം ചെയ്യുന്ന സാധനമാണ്. നമ്മൾ സ്ട്രെസ്സിലും ഫാറ്റിക്കും ആണെങ്കിൽ നമുക്കൊരു പെർസെപ്ഷൻ കിട്ടൂല, എക്സ്ട്രീം നോയ്സ് ആണെങ്കിൽ നമുക്കൊരു പെർസെപ്ഷൻ കിട്ടൂല. അങ്ങനെ പെർസെപ്ഷൻ കിട്ടാത്ത ഒരുപാട് അവസ്ഥകളുണ്ട്. സോ പെർസെപ്ഷനെ ഡിസ്റ്റോർട്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് നെബോഷിൽ ഇത് നമ്മളോട് പറയാം. ഓക്കെ, ഇപ്പൊ നെബോഷിനെ പറ്റിയുള്ള ഒരു പെർസെപ്ഷൻ എന്താ? നിങ്ങൾ എന്താ NML ജോയിൻ ചെയ്യാൻ കാരണം? നെബോഷ് എല്ലാവരും ടഫ് എന്ന് പറഞ്ഞിട്ട് എന്നെ മാത്രമാണ് നെബോഷ് പൂച്ച കാട്ടണം ഒരു തേങ്ങില്ല അടിച്ചിടും വെട്ടിടും എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ NML ജോയിൻ ചെയ്യണം, റൈറ്റ്? അപ്പൊ നെബോഷിന്റെ പെർസെപ്ഷൻ നമ്മൾ ഇവിടെ മാറ്റണം. ഒരു തേങ്ങിലടന്ന് വെട്ടിടൂന്ന്, മനസ്സിലായില്ലേ? സോ റിസ്കിന്റെ പെർസെപ്ഷൻ എങ്ങനെയാണോ നമ്മൾ കാണുന്നത്, ഹൈ റിസ്ക് പെർസെപ്ഷൻ ഉള്ള ഒരാൾക്ക് വളരെ പെട്ടെന്ന് മൈന്യൂട്ട് റിസ്കിനെ അറിയാൻ പറ്റും.
അല്ലാത്തവൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ സേഫ്റ്റി ഓഫീസറായിട്ട് ജോയിൻ ചെയ്യുമ്പോൾ അവൻ്റെ ഫ്രണ്ട് ലേബർ ഏറ്റവും മേലെ 68ാമത്തെ നിലയിൽ നിന്ന് ഗാർഡ് റെയിലുമ്പോൾ തൂങ്ങി നിന്ന് ഹാർഡ് ഹാറ്റ് ഇടാണ്ട് ബോഡി ഹാർനസ് ഇടാണ്ട് 2 അടിച്ചിട്ട് ഹായ് സാറേ എന്ന് പറഞ്ഞ ഡാൻസ് ചെയ്യുമ്പോൾ ഇവിടുന്ന് അടി പൊളി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്ന് കാണിക്കും. ഇതാണ് ഇവന്റെ പെർസെപ്ഷൻ. ഹൈ റിസ്ക് പെർസെപ്ഷൻ ഉള്ള ഒരു സേഫ്റ്റി ഓഫീസർ വളരെ പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വരാനുള്ളതിനെ ടക്ക് 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 എന്ന് പറഞ്ഞ് റിമൂവ് ചെയ്യാൻ പറ്റും. സോ അവർ പെർസെപ്ഷൻ ഷുഡ് ബി ഹൈ. എങ്ങനെ പെർസെപ്ഷൻ നമുക്ക് കൂട്ടാൻ പറ്റും? ഒന്നുമില്ലടാ, നല്ല ലൈറ്റിംഗ് കൊടുക്കുക. ഈ എസ്പെഷ്യലി ക്രിട്ടിക്കൽ മെഷീൻസ് ഉണ്ടല്ലോ, ഭയങ്കരമായിട്ട് കറങ്ങണം, അവിടെയൊക്കെ കറക്റ്റ് ലൈറ്റ് കൊടുക്കും. വെറുതെ സ്പോട്ട് ലൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ കറങ്ങാത്ത പോലെയാണ് തോന്നുക. കൊണ്ട് കൈവെക്കും, ടക്ക് എന്ന് പറഞ്ഞ് പോകും. റൈറ്റ്? അപ്പോൾ നല്ല ലൈറ്റിംഗ് കൊടുക്കുക, ക്യാമ്പയിൻസ്, സേഫ്റ്റി ക്യാമ്പയിൻസ് നടക്കുക, അവയർനെസ് കൊടുക്കുക, ഹസാർഡിനെ പ്രത്യേകം ഹൈലൈറ്റ് ചെയ്യുക, മനസ്സിലായില്ലേ? ട്രെയിനിങ് കൊടുക്കുക. ഇങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പെർസെപ്ഷനെ കൂട്ടാൻ പറ്റും. ഇത്രയാണ് എന്ത് ഇൻഡിവിജ്വൽ ആയിട്ട്. ഇത് 100% എന്താണ്? ഇയാളുടെ സ്വഭാവവുമായി ബന്ധപ്പെട്ടതല്ലേ? നിങ്ങൾ നോക്കിയ കോമ്പീറ്റൻസ്, സ്കിൽസ്, പേഴ്സണാലിറ്റി, ആറ്റിറ്റ്യൂഡ്, റിസ്ക് പെർസെപ്ഷൻ. ഇനി പേഴ്സണലായിട്ട് കുറേ സാധനം ഉണ്ട് അല്ലേ? അയാളുടെ എന്തൊക്കെ പറയാം? അയാളുടെ ഏജ്, അയാളുടെ എക്സ്പീരിയൻസ്, അയാളുമായി ബന്ധപ്പെട്ട കുറേ സാധനങ്ങൾ ഉണ്ടാവില്ല. അയാളുടെ ബയോളജിക്കൽ ഫീച്ചേഴ്സ്, അയാളുടെ സെക്സ്, അയാൾ മെയിലാണോ ഫീമെയിലാണോ, അല്ല പണ്ട് ഏതൊരു കോളത്തിൽ സെക്സ് ഫില്ല് ചെയ്യാൻ പറഞ്ഞപ്പോൾ അങ്ങനെയൊന്നുമില്ല. എന്താ പറഞ്ഞാൽ മെയിലാണോ ഫീമെയിലാണോ എന്ന് ചോദിക്കണേ. അപ്പോൾ മെയിലാണോ ഫീമെയിലാണോ, ജെൻഡർ. അപ്പോൾ ഇതൊക്കെ എന്താ പറയാ, അയാളുടെ പെർസെപ്ഷനെ പിന്നെ സ്വാധീനിക്കുന്ന ഫാക്ടേഴ്സാണ്. സോ ചുരുക്കത്തിൽ ഈ യൂണിറ്റ് കഴിഞ്ഞൂടാ. ഈ യൂണിറ്റിൽ ഇത്ര ഞാൻ പറഞ്ഞോളൂട്ടാ. ഹ്യൂമൻ ബിഹേവിയറിനെ ഹ്യൂമൻ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ്, റിസ്ക് കൂട്ടുകയും റിസ്ക് കുറയ്ക്കുകയും ചെയ്യുന്ന സേഫ്റ്റി ഹ്യൂമൻ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. ഈ ഫാക്ടേഴ്സിൽ ഏത് അപ്ലൈ ചെയ്താലും ഒന്നുകിൽ റിസ്ക് കൂടും, അതുവഴി ആക്സിഡന്റ് കൂടും, അല്ലെങ്കിൽ റിസ്ക് കുറയും, അതുവഴി ആക്സിഡന്റ് കൂടും. നമുക്കൊരൊറ്റ സാധനമുള്ളോട്ടെ ചങ്ങായി, മിണ്ടിയ ആക്സിഡന്റ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം. ആക്സിഡന്റ് കൂടോ? ആക്സിഡന്റ് കുറയോ? ഇതല്ലാത്തൊരു വാക്കൊരു സേഫ്റ്റിക്കാരൻ പറഞ്ഞു ആക്സിഡന്റ് കുറയോ? ലാസ്റ്റ് നമ്മൾ പറയാം എനിക്ക് എന്ത് കിട്ടും എന്ന് ചോദിക്കില്ല. നമ്മൾ എന്ത് കച്ചവടത്തിലും എനിക്ക് എന്ത് കിട്ടും എന്ന് ചോദിക്കണം. അതേ ചോദ്യമാണ് സേഫ്റ്റി ഓഫീസർ പറയേണ്ട ചോദ്യമാണ്. ആക്സിഡന്റ് കുറയോ? ആരെന്ത് ചോദിച്ചാലും ആക്സിഡന്റ് കുറയോ അല്ലേ? അപ്പൊ ആ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഈ സാധനത്തിനെ വർക്ക് ചെയ്യണം. മറ്റേ പറഞ്ഞ മാതിരി ഗഫൂർ ഖദോസിൽ പറഞ്ഞു അസ്സലാമു അലൈക്കും വലൈക്കും അസ്സലാം കഴിഞ്ഞ്. ആക്സിഡന്റ് കൂടോ? ആക്സിഡന്റ് കുറയോ? ദാറ്റ്സ് ഓൾ. ഓക്കെ. സോ പിള്ളേരുകളെ ഇത് 100% സൈക്കോ റിലേറ്റഡ് യൂണിറ്റ് ആണ്. ബിഹേവിയർ ആണ് വിഷയം. ആ ലെവലിൽ ഇതിനെ മനസ്സിലാക്കുക. പോയിന്റ്സ് ഒന്നും കാണാൻ പടം പഠിക്കേണ്ട. കാരണം ഈ പോയിന്റ്സ് മാത്രമല്ല വരിക പിള്ളേരുകളെ. നമുക്ക് സിനാരിയോ ഒന്നും പോയിന്റ്സ് എടുത്ത് എഴുതാണ്ടാവും, നെറ്റിനും പോയിന്റ്സ് എടുത്ത് എഴുതാണ്ടാവും. പക്ഷെ കാര്യം കോൺസെപ്റ്റ് മനസ്സിലാക്കണം. ഓക്കെ. താങ്ക് യു സോ മച്ച് ആൻഡ് വിൽ ബി സീയിങ് ദ നെക്സ്റ്റ് യൂണിറ്റ്. താങ്ക് യു.